ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി നാടൻ മീൻ കറിയാണ് കേട്ടോ. നമ്മുടെ തോട്ടിൽ നിന്ന് പിടിച്ച കുഞ്ഞു കുഞ്ഞു മീൻ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടാണ് ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത്. വെറും 5 മിനിറ്റ് മതി ഈ ഒരു മീൻ കറി തയ്യാറാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചട്ടിയിലേക്ക്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടില്ല, നമ്മൾ താഴെ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു സവാള കനം കുറഞ്ഞ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 തക്കാളിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ചട്ടിയിലിട്ട് സെറ്റാക്കണം. പിന്നെ ഇതാ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി പറഞ്ഞാൽ വല്ലാണ്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ മീൻ കറിക്ക് അധികം മസാലകളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്തുകൊണ്ട് ഞാൻ കുറച്ച് തന്നെ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എണ്ണയിലിട്ട് വാട്ടൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് ഈ മീൻ കറി തയ്യാറാക്കാം. അപ്പോൾ അതിനുള്ള മസാല നമുക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം, വെളിച്ചെണ്ണ. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കൈയൊക്കെ കഴുകി, നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പി ഉടയ്ക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ ഉള്ളിയും മസാലയും തക്കാളിയൊക്കെ പാടെ അതിൽ നന്നായിട്ട് ഇങ്ങോട്ട് അലിഞ്ഞ് ചേരണം. നന്നായിട്ടൊന്ന് കൈ കൊണ്ട് അമർത്തി നന്നായിട്ട് പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ, എല്ലാ മസാലയും കൂടിയിട്ട്. അപ്പോൾ ഈ മീൻ കറിക്ക് ഇതാണ് ടേസ്റ്റ്. ഇങ്ങനെ ഈ മസാല എല്ലാവിടെയും നമ്മൾ തിരുമ്പി പിടിച്ചു കൊടുക്കുമ്പോണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ കറി. നമുക്ക് വാട്ടേണ്ട സമയമൊന്നും വേണ്ട, അതൊക്കെ ലാഭിക്കുക. പെട്ടെന്ന് ഈ മീൻ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് ഇനി കുറച്ച് പുളിയും കൂടി വെള്ളത്തിലിടണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ മീൻ കറിക്ക് ടേസ്റ്റ്. ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ അതുപോലെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടു തുടങ്ങണേ. അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ കൈത്ത മസാലയും കൂടി അതിലേക്ക് ചേരുന്ന വിധത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതാ ഞാൻ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, ഒരു നുള്ള പുളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ പുളി ചേർക്കുന്നുള്ളൂ കേട്ടോ. പുളി നല്ല വേണ്ടവർക്ക് കുറച്ചുകൂടി ചേർക്കുക. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ഇതേപോലെ വെള്ളത്തിലിട്ട ശേഷം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പുളിയൊക്കെ ആ വെള്ളത്തിൽ ചേർന്നോളും. ഇനി നമുക്കൊന്ന് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ആ പുളി വെള്ളം കൂടി അതിലൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ആ പുളി വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉള്ളിയും മസാലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വരണം. അതിനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഞാൻ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അതിനാണ് ഞാൻ ഇത്രയും തോനെ വെള്ളം എടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കുടം വെള്ളത്തിലാണോ മീൻ കറി വയ്ക്കുന്നത്. ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത്രയും വെള്ളം ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മീൻ കറി ഇടയ്ക്ക് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വറ്റിക്കോട്ടെ. അപ്പോൾ അതാ ഞാൻ കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ മീൻ കറിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തോട്ടുമീനാണ് എടുത്തിരിക്കുന്നത്. തോട്ടുമീൻ, പുഴമീൻ എന്നൊക്കെ പറയുമല്ലോ, അത് കേട്ടോ. നമ്മുടെ അവിടെ വലിയൊരു തോടുണ്ട്, അതൊന്ന് പിടിച്ച കുഞ്ഞു മീനുകളാണ് കേട്ടോ. ഈ മീനൊന്ന് നേരാക്കി എടുക്കാൻ പെട്ട പാടിൻ്റെ പഠിച്ചവനൊന്നും പറയണ്ട. ഞാൻ 1 മണിക്കൂർ എങ്ങനെ എടുത്തിട്ടുണ്ടാവും കേട്ടോ ഇത് നേരാക്കി എടുക്കാനായിട്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു അടിപൊളി മീൻ കറി തയ്യാറാക്കാമല്ലോ. മീൻ ചെറുതാവും തോറും ടേസ്റ്റ് കൂടി വരികയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ആ മീനിൻ്റെ ആ മസാലയിൽ ആ ഒരു ചാറിൽ നമ്മൾ ഇതാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ മീൻ അങ്ങോട്ട് ചാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താലോ. അപ്പോൾ ഇതാ നമ്മുടെ ചാറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, തിളച്ച് വറ്റിയിട്ടുണ്ട്. അതിലേക്ക് മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മീനിൻ്റെ മസാല എനിക്ക് തന്നെ നല്ലൊരു സ്മെല്ലാട്ടോ ഈ ഒരു ചാറ് തന്നെ. ഈ മീനും കൂടി ചേരുമ്പോൾ അതിൻ്റെ ചാറ് മാത്രം നമുക്ക് മതി ചോറുണ്ണാനായിട്ട്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു, അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ മീൻ പിടിക്കാനായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അധികം ഇളക്കാതെ ഒന്ന് ചെറുതായിട്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക, കാരണം പൊടി മീനായതുകൊണ്ട് പെട്ടെന്ന് ഉടയും. അപ്പോൾ അതാ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ മീൻ വേവുന്നവരെ നമുക്ക് ഒന്ന് കാത്തിരിക്കാം. അപ്പോൾ ഇതാ മീനിട്ടിട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്, മീനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ കറി നമുക്ക് വെള്ളം പോലെ തോന്നുമെങ്കിലും ഈ ഒരു ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ,
പിന്നെ വേറൊരു മീൻ കറിക്ക് ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇത് പ്രത്യേക ടേസ്റ്റാണ് ഈ മീൻ കറിക്ക്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഞാനൊരു ഐഡിയയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ ഈ മീൻ കറി ടേസ്റ്റ് കൂടാനായിട്ട്. നമ്മുടെ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു നുള്ള വെളിച്ചെണ്ണയാണ് ആ ടേസ്റ്റ് കൂടാനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചൂടിൽ തന്നെ അങ്ങനെ ഒന്ന് തിളക്കിയാണ്. അപ്പോൾ ഒന്ന് നമ്മൾ അടച്ച് വയ്ക്കുക. അപ്പോൾ ആ വെളിച്ചെണ്ണേൻ്റെ മണമൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കുമ്പോണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ കറിവേപ്പില വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. കറിവേപ്പില ഇട്ടില്ലേലും ഈ കറിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. സൂപ്പർ കറിയാണ്. അപ്പോൾ അതാ നല്ല അടിപൊളി ചാറാണ് കേട്ടോ. ഈ ചാറൊക്കെ കൂട്ടിയിട്ട് ചോറിനാണ്ടല്ലോ സൂപ്പറാണ്. നമുക്ക് ചാറ് മാത്രം തന്നെ കുടിച്ചു കൂട്ടാൻ തോന്നും, അത്രയും ചൊടിയാണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇത്ര ഇങ്ങനെയൊക്കെ മീൻ കിട്ടുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മസാല വാട്ടാനോ കുഴയ്ക്കാനോ പിടിക്കാനോ ഒന്നും ചെയ്യണ്ട. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. ആ പച്ച വെളിച്ചെണ്ണയും കൂടി ചേരുമ്പോൾ ഈ കറിക്ക് നല്ല പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.